ഹായ് ഓൾ, ഇന്ന് നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് എക്സ് ആക്സിസ് ആണെന്ന് പറയാം, ഇതോ വൈ ആക്സിസ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആബ്സിസ് ഓർഡിനേറ്റും. ആബ്സിസ ഓർഡിനേറ്റ്. ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ വൈ ആക്സിസ്. വൈ ആക്സിസ് ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആബ്സിസ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് കോർഡിനേറ്റ് എന്ന് പറയും. ഓർഡിനേറ്റ് പറഞ്ഞാൽ എന്താ? ഓർഡിനേറ്റ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തും കൂടി പറയും? വൈ കോർഡിനേറ്റ് എന്ന് പറയും. ഇനിയിപ്പോ നമുക്ക് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ആണെന്ന് വിചാരിച്ചു. പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ മുകളിലുള്ള ഒരു പോയിന്റ്, ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് വിചാരിച്ചു. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x0 ആണ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2 ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 20 ആണ് നമ്മളുടെ കോർഡിനേറ്റ്. അതെന്താണ്? വൈന്റെ ടേം ഇല്ല, അപ്പം വൈന്റെ ടേം 0 എന്ന് നമുക്ക് മാർക്ക് ചെയ്യും. പോയിന്റ് ഓൺ എക്സ് ആക്സിസിൽ വൈന്റെ ടേം ഇല്ല. അപ്പൊ പോയിന്റ് ഓൺ വൈ ആക്സിസ് എന്തായിരിക്കും? പോയിന്റ് ഓൺ വൈ ആക്സിസ് ഇവിടെയാണ് നമ്മളുടെ വൈ ആക്സിസിലുള്ള പോയിന്റ് വിചാരിച്ചാൽ 5 ആണ് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? 0,5, അതായത് 0y എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മളുടെ പോയിന്റ് ഓൺ വൈ ആക്സിസ്. പോയിന്റ് ഓൺ വൈ ആക്സിസിൽ എക്സിന്റെ ടേം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് പഠിക്കാണ്ട്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ക്വാഡ്രന്റ്സ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈയും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ നെഗറ്റീവ് ആയിരിക്കും. ഇതെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ 2, 3 ഇതാണ് നമ്മളുടെ പോയിന്റ് വിചാരിച്ചോളൂ. എക്സ് എന്ന് ആക്സിസ് എത്രയാ? 2 ആണ്, കോർഡിനേറ്റ് 3. അപ്പം 2, 3 ആണ്. ഇതിൽ എക്സ് പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് ക്വാഡ്രന്റിലോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇത് നമുക്ക് -2 ആയിട്ട് എടുക്കാം. ഇത് -1. ഇതാണ് നമ്മളുടെ പോയിന്റ് എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് 2 ആണ്. അപ്പം എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. എക്സ് നെഗറ്റീവ് ആണ്, വൈ പോസിറ്റീവ്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോഴോ? തേർഡ് ക്വാഡ്രന്റിൽ ഈ പോയിന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ -4, ഇവിടെ -3. ആദ്യം എക്സിന്റെ ടേം എഴുതും. അപ്പം -4, പിന്നെ വൈന്റെ ടേം -3. അതായത് എക്സും നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോഴോ നമുക്ക് ഒരു ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് ഇത് 1 ആയിട്ട് എടുക്കാം. ഫോർത്ത് ക്വാഡ്രന്റിൽ 1, -5 ആണ് നമ്മളുടെ ഈ പോയിന്റ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ എക്സും വൈയും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. നമുക്കൊരു ലീനിയർ ഇക്വേഷൻ ഉണ്ട്. ax plus by plus c equal to 0, where a and b are not simultaneously 0. എയും ബിയും ഒരേ സമയത്ത് 0 ആവാത്ത കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ലീനിയർ ഇക്വേഷൻ ax plus by plus c equal to 0 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷൻ
ഒരു സ്ട്രെയിറ്റ് ലൈൻ തരുന്നതാണ് പറയാം. സ്ട്രെയിറ്റ് ലൈൻ അതിന്റെ ഗ്രാഫ് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. y ഈക്വൽ ടു ax² + bx + c എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്തായിരിക്കും? അത് പാരബോളയാ തരിക. കാരണം എന്താ, ഇവിടെ സ്ക്വയറിന്റെ ടേം ഉണ്ട്. സ്ക്വയറിന്റെ ടേം ഉള്ളതുകൊണ്ട് നമുക്ക് പാരബോളയാണ് തരിക എന്ന് പറയാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, a ≠ 0 ആയിരിക്കണം. ഇവിടെ a 0 എന്താവും, x² ടേം പോകും. അപ്പൊ bx + c മാത്രമാണ്. അതുകൊണ്ട് അത് bx + c വെച്ചിട്ട് നമുക്ക് പാരബോള കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ax² ഉണ്ടാവണം. നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ് ടു സ്റ്റഡി geometry using algebra and algebra using geometry. കോർഡിനേറ്റ് ജോമെട്രി ആൾജിബ്ര വെച്ച് പഠിക്കാനും ആൾജിബ്ര ജോമെട്രി വെച്ച് പഠിക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല, നമുക്ക് എക്സ് ആക്സിസ് 2 പോയിന്റ് ഉണ്ട്, ഇതും ഇതും. ഇത് നമുക്ക് x1 എന്ന് എടുക്കാം, ഇത് x2 എന്ന് എടുക്കാം. ഇവിടെയാണ് നമ്മൾ 0 വയ്ക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ x1 നിന്ന് x2 ഡിസ്റ്റൻസ് എന്താ, ഡിസ്റ്റൻസ് ഫ്രം x1 to x2 എന്താണ്, ഈക്വൽ ടു x2 - x1 ആണെന്ന് നമുക്ക് പറയാം. അത് ഇത് നമ്മളുടെ എന്താണ്, പോയിന്റ്സ് ഓൺ x ആക്സിസ് ആണ്. x1 x2 പോയിന്റ്സ് ഓൺ x ആക്സിസ് ആണ്. അതിൽ രണ്ട് x1 to x2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്, x2 - x1 ആണ്. ഇനി അതേപോലെ നമുക്ക് എന്ത് പറയാം, പോയിന്റ്സ് ഓൺ y ആക്സിസ് ആണ് വിചാരിച്ചോളൂ. 2 പോയിന്റ് തന്നിട്ടുണ്ട് y ആക്സിസിൽ. ഇവിടെ y1, ഇവിടെ y2. അങ്ങനെയാണ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ഫ്രം y1 to y2 എന്ന് പറഞ്ഞാൽ y2 - y1 ആയിരിക്കും. പിന്നെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഇവിടെ x1 ആണ് വിചാരിച്ചു. ഇത് നമ്മളുടെ a ആണ്, ഇതോ നമ്മളുടെ c, ഇത് y1. ഇതാണ് നമ്മളുടെ ഫിഗർ വിചാരിച്ചോളൂ. a എന്ന് പറയുന്നത് x ആക്സിസ് ഉള്ള പോയിന്റും c എന്ന് പറയുന്നത് y ആക്സിസിലുള്ള പോയിന്റുമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ബൈ പൈത്തഗോറസ് തിയറം എന്ത് പറയാം, AC ഈക്വൽ ടു എന്താ, √x1² + y1² ആണ് പറയാം. കാരണം എന്താ, ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഇങ്ങനെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. PQ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. PQ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേറെ രീതിയിൽ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് x ആക്സിസിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇത് 40 ആണ് കിട്ടും. വൈൻ്റെ ടൈമിൻ്റെ അതുകൊണ്ട് 40. ഇതിനെ നമുക്ക് x ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 6 ആണ് x, അപ്പം x60 എന്ന് കിട്ടും. ഇത് നമുക്ക് 6ഉം ഇത് നമുക്ക് s ആയിട്ട് എടുക്കാം. ഇനിയോ ഈ പിന്ന് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വൈൻ്റെ ടൈം 6 ആണ്, അപ്പം 6 എന്ന് കിട്ടും. ഇത് നമ്മളുടെ t ആണ്. ഓക്കെ, ഇനി നമുക്ക് RS എന്താ നോക്കാം. RS എന്ന് പറഞ്ഞാൽ എന്താ, RS ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്. അപ്പം 6 - 4 = 2 ആണ് നമുക്ക് RS കിട്ടിയത്. QS എന്താ, QS എന്ന് പറഞ്ഞാൽ എന്താ, ആ 8 - 0 = 8 സെന്റിമീറ്റർ. TS = PR ആണ്. TS = PR. അതെന്തായിരിക്കും, TS എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, അതും PR. 6 - 0 = 6 സെന്റിമീറ്റർ. പിന്നെന്താ വേണ്ടത്, QT ആണ് വേണ്ടത്. QT എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൈനസ് ഇത്, അതെന്താണ് 2 സെന്റിമീറ്റർ. നമുക്ക് PT എന്താന്ന് കിട്ടും, PT = RS RS എന്താ 2 സെന്റിമീറ്റർ ആണ്. നമുക്ക് QTയും കിട്ടി PTയും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, PQ = എന്ത് കിട്ടും, √PT² + QT² = √2² + 2² = √4 + 4 = √8. എന്താണ്
2√2 സെന്റിമീറ്റർ. ഇതിപ്പോ എങ്ങനെയാണ് കിട്ടിയത്? 2 പോയിന്റ് ഒരു ക്വാഡ്രന്റിൽ മാത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അല്ലെ 2 പോയിന്റ് വേറെ ക്വാഡ്രന്റിലാണെങ്കിലോ നമ്മൾ വേറെ രീതിയിലാണ് എഴുതുന്നത്. നമുക്ക് ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിച്ചോളൂ. ഇതിന് PQ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, PQ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ പോയിന്റിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. ഈ പോയിന്റ് നമുക്ക് എന്താ വിളിക്കാം? A എന്ന് വിളിക്കാം. എന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ ഇല്ല, A എന്ന് പറഞ്ഞാൽ 0, 4 ആയിരിക്കും. പിന്നെയോ ഇതിനെ നമുക്ക് B എന്ന് വിളിക്കാം. എക്സ് ആക്സിസിലുള്ള പോയിന്റാ, അപ്പൊ Y 0 ആയിരിക്കും. അപ്പം Y 0 ആയിട്ടുള്ള പോയിന്റ് എയും ബിയും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെങ്ത് മൊത്തമായിട്ട് കാണാം. QT എന്താന്ന് നോക്കാം. ഇത് C ആണെന്ന് വിചാരിച്ചോളൂ. QT എന്ന് പറഞ്ഞാൽ എന്താ? QB പ്ലസ് TB ആണ് QT. QB നെ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. QB എന്ന് പറഞ്ഞാൽ എത്രയാ? -3 ആണ്. മൈനസ് TB എന്താ? TB എന്ന് പറഞ്ഞാൽ AC ആണ്. AC ഈക്വൽ ടു -3 മൈനസ് AC എന്ന് പറഞ്ഞാൽ എത്രയാ? 4 സെന്റിമീറ്റർ ഈക്വൽ ടു 7. ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡുലസ് എടുക്കും. 7 സെന്റിമീറ്റർ ആണ് നമ്മുടെ QT എന്ന് പറഞ്ഞാൽ. PT ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. PT എന്ന് പറഞ്ഞാൽ എത്രയാ? BC പ്ലസ് AP ആണ്. BC പ്ലസ് AP എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എന്താ? -5 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് -5. ഇത്രയും ഡിസ്റ്റൻസോ 6ഉം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11 സെന്റിമീറ്റർ ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ QTയും കിട്ടി, PTയും കിട്ടി. PQ എന്തായിരിക്കും? √QT² പ്ലസ് PT² equal to √7² plus 11² equal to √121 plus 49 equal to √170. ഇനി ഇതിനെ ജനറൽ ആയിട്ട് എങ്ങനെയാ പറയാ? ജനറൽ ആയിട്ട് ഡിസ്റ്റൻസ് ഫോർമുല. ആദ്യത്തെ പോയിന്റ് P ആണ് വിചാരിച്ചോളൂ. x1 y1. Q രണ്ടാമത്തെ പോയിന്റ് ആണെങ്കിൽ x2 y2 ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് PQ എത്രയായിരിക്കും? PQ ഈക്വൽ ടു √x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ഫോർമുല. ഇത് ഇതേപോലെ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡു ദ പോയിന്റ്സ് 3, 2, -2, -3 and 2, 3 form a triangle. If so, in the type of triangle form. എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആ ട്രയാങ്കിൾ എന്താണെന്നും കൂടി ചെക്ക് ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് ചെക്ക് ചെയ്യണം. ഇതിപ്പോ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 സൈഡിന്റെ ലെങ്ത് ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ ആണെന്ന് കൺഫേം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോം നോക്കാം. ആദ്യം നമുക്ക് P എന്താണ്? 3, 2 ആയിട്ട് എടുക്കാം. Q -2 -3 ആയിട്ട് എടുക്കാം. R എന്താ? 2, 3 ആയിട്ട് എടുക്കാം. PQ ഈക്വൽ ടു ആദ്യം നമുക്ക് 3 -2 ഹോൾ സ്ക്വയർ 2 -3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √3 - -2 എന്ന് പറഞ്ഞാൽ 5² പ്ലസ് 5² ഈക്വൽ ടു 5√2. QR എന്താ? QR എന്ന് പറഞ്ഞാൽ -2 -2 ഹോൾ സ്ക്വയർ പ്ലസ് -3 -3 ഹോൾ സ്ക്വയർ. -2 -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4² പ്ലസ് 3 പ്ലസ് 3 ഇവിടെ 4² പ്ലസ് 6² ആണ്. 4² എന്ന് പറഞ്ഞാൽ എത്രയാ? 16 പ്ലസ് 6² എന്ന് പറഞ്ഞാൽ 36. 16 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ √52. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 5√2 എന്ന് എഴുതുന്നതിന് പകരം 25 പ്ലസ് 25 എന്ന് എഴുതാം. ഈക്വൽ ടു √50 എന്ന്. പിന്നെ എന്ത് ചെയ്യാം? PR നോക്കാം. PR എന്താ? PR ഈക്വൽ ടു എന്ത് കിട്ടി? √3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √1 പ്ലസ് 1 ഈക്വൽ ടു √2 എന്ന് കിട്ടി. √50, √52, √2 എന്ന് കിട്ടി. ആദ്യം നമുക്ക് ഈ വാല്യൂസ് എഴുതി വെക്കാം. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് the sum
of two sides is greater than the third side, it forms a triangle. രണ്ട് സൈഡിന്റെ സം ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിനെക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇവിടെ 50 ആണ്, ഇവിടെ 52, ഇവിടെ 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, QR സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 52 ആണ്. PQ സ്ക്വയർ എത്രയാ, 50 ആണ്. PR സ്ക്വയർ എത്രയാ, 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, QR സ്ക്വയർ ഈക്വൽ ടു PQ സ്ക്വയർ പ്ലസ് PR സ്ക്വയർ എന്ന് പറയാം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, this points form the vertices of a right angle triangle. ഈ 3 പോയിന്റ്സ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. കാരണം എന്താ, രണ്ട് സൈഡിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടും, പൈത്തഗോറസ് തിയറം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ പോയിന്റ്സ് 1 7 4 2 -1 -1 -4 ആർ ദ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ 4 പോയിന്റ്സ് ഒരു സ്ക്വയറിന്റെ വെർട്ടിസസ് ആണ് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 4 പോയിന്റ്സ് ഒരു സ്ക്വയറിന്റെ വെർട്ടിസസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, 4 സൈഡ്, അതായത് 4 ഡിസ്റ്റൻസ് ഫോമിൽ ഈക്വൽ ആവും വേണം. പിന്നെ 2 ഡയഗണലിന്റെ ലെങ്ത്തും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സ്ക്വയർ ആവുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് പോയിന്റ്സിനെ നെയിം ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ 1 7, ബി എന്ന് പറഞ്ഞാൽ 4 2, സി എന്ന് പറഞ്ഞാൽ -1 -1, ഡി എന്ന് പറഞ്ഞാൽ -4 4. അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു എന്ത് പറയാം, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണെന്ന് പറയാം. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല. x2 എന്ന് പറഞ്ഞാൽ 4 -1 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 7 ഹോൾ സ്ക്വയർ. 4 - 1 ഹോൾ സ്ക്വയർ എന്ന് പറയാം 3 സ്ക്വയർ പ്ലസ് 2 - 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഈക്വൽ ടു √9 + 25 എത്രയാ, √34. ഒരു സൈഡ് കിട്ടി. ഇനിയോ ബി സി എടുത്തോളാം. ബി സി എന്ന് പറഞ്ഞാൽ 4 - -1 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -1 ഹോൾ സ്ക്വയർ എത്രയാണ്, √4 - -1 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 2 - -1 3 സ്ക്വയർ ഈക്വൽ ടു √25 + 9 ഈക്വൽ ടു √34. ഇപ്പൊ 2 സൈഡ് കിട്ടി. പിന്നെയോ എ ബിയും ബി സിയും കിട്ടി. എ ബി ഈക്വൽ ടു √34, ബി സി ഈക്വൽ ടു √34 എന്ന് കിട്ടി. ഇനിയോ സി ഡി ആണ് നമുക്ക് കാണേണ്ടത്. ഈക്വൽ ടു √4 - -1 ഹോൾ സ്ക്വയർ പ്ലസ് 4 - -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു √9 + 25 എത്രയാണ്, √34. പിന്നെന്താ, എ ഡി ആണ്. എ ഡി ഈക്വൽ ടു √1 - -4 ഹോൾ സ്ക്വയർ പ്ലസ് 7 - 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു √25 + 9 ഈക്വൽ ടു √34. അങ്ങനെ 4 സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. എ ഡി ഈക്വൽ ടു √34, സി ഡി ഈക്വൽ ടു √34 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്, നമുക്ക് 2 ഡയഗണലിലും കൂടി ആണ് വേണ്ടത്. 2 ഡയഗണലിലും കൂടി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു സ്ക്വയർ ഫോം ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് എ സി എടുത്തോളാം. എ സി ഈക്വൽ ടു √1 - -1 ഹോൾ സ്ക്വയർ പ്ലസ് 7 - -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √2 സ്ക്വയർ പ്ലസ് 7 8 square equal to √4 plus 64 equal to √68. AC കിട്ടി. ഇനി BD equal to √4 - -4 whole square plus 2 - 4 whole square
equal to root of 8 square plus 2 square equal to root of 64 plus 4 equal to root 68. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഡയഗണലി ഈക്വൽ ആണെന്ന് കിട്ടി. റൂട്ട് 68 ആണെന്ന് കിട്ടി. ഇംപ്ലൈസ് എന്താണ്? എ ബി സി ഡി ഈസ് എ സ്ക്വയർ. ഇതേ കാര്യം വേറെ രീതിയിൽ ചെയ്യാം. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത്, ഇതാണ് നമ്മളുടെ സ്ക്വയർ എന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മളുടെ ഡയഗണൽ. ഇത് പി ക്യു ആർ എസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പി എസ് ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ പ്ലസ് എസ് പി സ്ക്വയർ എന്ന് പറയാം. ഇവിടെ പി ക്യു എസ് പി ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ക്യു സ്ക്വയർ ഇൻറ്റു 2 ഈക്വൽ ടു പി ക്യു റൂട്ട് 2 എന്ന് നമുക്ക് പറയാം. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇതിൽ ഒരു ഡയഗണൽ എടുക്കാം, എ സി മാത്രം എടുക്കാം. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 7 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ റൂട്ട് 4 പ്ലസ് 64 ഈക്വൽ ടു റൂട്ട് 68 എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എ സി സ്ക്വയർ ഈക്വൽ ടു 68 എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് എ ബി സി ഡി ഈസ് എ സ്ക്വയർ എന്ന് പറയാം. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ റൈറ്റ് ആംഗിളും എല്ലാ സൈഡിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Figure shows the arrangement of desks in a classroom. Ashima, Bharati and Kamala are seated at A31, B64 and C86 respectively. Do you think they are seated in a line? Give reasons for your answer. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. A31, B64, C86. ഇത് ഒരു ലൈനിലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലൈനിലാണെങ്കിൽ നമുക്ക് എന്താ അറിയാം? 2 ലെങ്ത് എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ലെങ്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കൊലീനിയർ ആണെന്ന് പറയാം. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് എഴുതണേ. എ ബി എന്താ? എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 6 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 18. എ ബി ഈക്വൽ ടു റൂട്ട് 18 നമുക്ക് കിട്ടി. ഇതെന്താ? ബി സി കാൽക്കുലേറ്റ് ചെയ്യാം. ബി സി ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് ഓഫ് 8 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 ഇൻറ്റു 2 ഈക്വൽ ടു റൂട്ട് 8. ബി സി ഈക്വൽ ടു പിന്നെന്താ നോക്കണ്ടേ? എ സി ആണ് നോക്കണ്ടേ. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 8 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 ഇൻറ്റു 2 ഈക്വൽ ടു റൂട്ട് 50. എ സി ഈക്വൽ ടു റൂട്ട് 50. ഇങ്ങനെ കിട്ടി. എ ബി ഈക്വൽ ടു റൂട്ട് 80, ബി സി ഈക്വൽ ടു റൂട്ട് 8, എ സി ഈക്വൽ ടു റൂട്ട് 50. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ വേറെ രീതിയിൽ എഴുതാം. എ ബി ഈക്വൽ ടു റൂട്ട് 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 ആണ്. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 4 ഇൻറ്റു 2 ആണ്. റൂട്ട് 50 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 ഇൻറ്റു 2 ആണ്. ഇതിന് റൂട്ട് 9 ഇൻറ്റു 2നെ നമുക്ക് ഇങ്ങനെ എഴുതാം? 3 റൂട്ട് 2 എന്ന് എഴുതാം. 4 ഇൻറ്റു 2നെ 2 റൂട്ട് 2 എന്ന് എഴുതാം. 25 ഇൻറ്റു 2നെ നമുക്ക് 5 റൂട്ട് 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എ സി ഈക്വൽ ടു ഇംപ്ലൈസ് എ സി ഈക്വൽ ടു എ ബി പ്ലസ് ബി സി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബി ആൻഡ് സി ആർ കൊലീനിയർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിന്റ്സ് എക്സ് വൈ ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്സ് 7, 1 and 3, 5. എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ്
7-1 എടുക്കുന്ന അതേ ഡിസ്റ്റൻസിലാണ് നമുക്ക് 3-5 ഉള്ള ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 7-1 നമുക്ക് എനെ മാർക്ക് ചെയ്യാം, ബിനെ നമുക്ക് എന്താ പറയാം 3-5 എന്നും പറയാം. എന്നിട്ടോ അൺനോൺ പോയിന്റിനെ നമുക്ക് പി എന്ന് വിളിക്കാം, XY. അപ്പം AP ഈക്വൽ ടു BP എന്ന് കിട്ടി. അതായത് എന്താ, AP സ്ക്വയർ ഈക്വൽ ടു 7 - x ഹോൾ സ്ക്വയർ പ്ലസ് 1 - y ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇത് ഈക്വൽ ടു 7 - x എന്ന് പറഞ്ഞാൽ 49 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 മൈനസ് 2y എന്ന് കിട്ടി. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 14x മൈനസ് 2y പ്ലസ് 50 ഇങ്ങനെ കിട്ടി നമുക്ക്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ബി പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 - x ഹോൾ സ്ക്വയർ പ്ലസ് 5 - y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 25 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y ഈക്വൽ ടു എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 10y പ്ലസ് 34 എന്ന് കിട്ടി. എ പി ഈക്വൽ ടു ബി പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈസ് എ പി സ്ക്വയർ ഈക്വൽ ടു ബി പി സ്ക്വയർ എന്ന് പറയും. അപ്പം ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 14x മൈനസ് 2y പ്ലസ് 50 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 10y പ്ലസ് 34. ഓക്കെ, എന്നിട്ടോ എക്സ് സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി, വൈ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ 6x ഇപ്പുറത്തേക്ക് എടുക്കാം, മൈനസ് 8x 10y ഇപ്പുറത്തേക്ക് എടുക്കാം, പ്ലസ് 8y പ്ലസ് എന്താണ് 50 മൈനസ് 34 എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു 0. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഒരു പോയിന്റ് എ ബി സി ആണ് വിചാരിച്ചോളൂ. ഇതിൽ എ സി ഈക്വൽ ടു ബി സി ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി എന്ന് പറയുന്നപ്പോൾ സി ഇസ് എ പോയിന്റ് that lies on the perpendicular bisector of AB എന്ന് പറയാം. എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് വഴിയാണെങ്കിൽ ഇതാണ് നമ്മളുടെ എ ബി. സി പറയുന്ന പോയിന്റ് ഇവിടെ ആണ് വിചാരിച്ചോളൂ. അത് പറയുന്നത് എ സി ഇത് നമ്മളുടെ ബി സി ആണ് വിചാരിച്ചോളൂ. എ സിയും ബി സി ഈക്വൽ ആണെങ്കിൽ സി എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇപ്പം എക്സ് മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇത് എന്തിന്റെ ഇക്വേഷനാ, ഇക്വേഷൻ ഫോർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ പോയിന്റ് ഇൻ ദ y ആക്സിസ് which is equidistant from the points a 6-5 and b -4 3. എന്താ പറഞ്ഞിട്ടുള്ളത്, എയും ബിയും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള y ആക്സിസിലുള്ള ഒരു പോയിന്റിനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, പി എക്സ് വൈ ആണെന്ന് വിചാരിച്ചോളൂ. ഇത് y ആക്സിസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സിന്റെ ടേം 0 ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് P0y എന്നാണ് നമ്മളുടെ അൺനോൺ പോയിന്റ്. എ പി ഈക്വൽ ടു ബി പി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിഡിസ്റ്റന്റ് ആയതുകൊണ്ട് എ പി ഈക്വൽ ടു ബി പി. അപ്പം നമുക്ക് എ പി സ്ക്വയർ ഈക്വൽ ടു ബി പി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എ പി സ്ക്വയർ ആണ് 6 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 5 - y ഹോൾ സ്ക്വയർ ഈക്വൽ ടു -4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 3 - y ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. 6 - 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 പ്ലസ് 25 minus y square minus 10y equal to എന്താ 16 plus 9
പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y. ഈ വൈ സ്ക്വയറും ഇവിടുത്തെ വൈ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. അപ്പം എന്താ 10y അപ്പുറത്തേക്ക് എടുത്താൽ 10y മൈനസ് 6y. ബാക്കിയുള്ള ന്യൂമറിക് വാല്യൂസിനെ അപ്പുറത്തേക്ക് എടുക്കാം. 36 പ്ലസ് 25 മൈനസ് 16 മൈനസ് 9 ഈക്വൽ ടു എന്താ? ഈക്വൽ ടു 4y. 25 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 9. 9 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു 36 വന്നു. അപ്പോൾ y എന്താ? y ഈക്വൽ ടു 9 എന്ന് കിട്ടി. y 9 ആണ്. Find the point in the y-axis which is equidistant from the points a 65 and b minus 4 minus 3 എന്ന് പറഞ്ഞു. നമ്മളോട് പോയിന്റ് ആയി ചോദിച്ചത്, y-ന്റെ വാല്യൂ അല്ല ചോദിച്ചത്. അപ്പോൾ പോയിന്റ് എന്താ? പോയിന്റ് ഓൺ y-axis equal to 0, 9.